നമസ്കാരം. ബിഗ് ബോസില് പണി തുടങ്ങി. ആദ്യത്തെ ഒരു ഒരു നല്ല ഒരു ഗെയിം ആയിരുന്നു. അതില് നമ്മുടെ അനീഷ് ടോപ്പായിട്ട്, അതായത് നല്ല പോലെ ബുദ്ധിപൂർവം പറഞ്ഞ ഒരു ഒരു ഗെയിം ആയിരുന്നു. അതില് ഏറ്റവും വിവേകപൂർവമായ ഒരു കളിയിലൂടെ അനീഷ് തന്റെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ്. അനീഷിനെ താഴെയിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മക്കളെ. വൈൽഡ് കാർഡും മറ്റേവരും എല്ലാവരും കൂടെ വന്ന് ഭീഷണിപ്പെടുത്തലും അതും ഇതൊക്കെയാണ്. നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോവാം. രണ്ടാമത്തെ ഒരു ടാസ്ക് നടന്നു. ടാസ്ക് എന്താണെന്ന് പറയാം. അതിനകത്തിൽ ഓപ്പോസിറ്റ് ടീമായ വൈൽഡ് കാർഡിലായിരുന്നു അതിന്റെ ആളിനെ സെലക്ട് ചെയ്ത്. മസ്താനിക്ക് പണിപ്പുര വീട്ടിലെ ഒരാളെ സെലക്ട് ചെയ്യുന്ന കൂട്ടത്തില് മസ്താനിയും ഇവര് വൈൽഡ് കാർഡ് ഈ വീട്ടിലുള്ളവരെ സെലക്ട് ചെയ്ത കൂട്ടത്തിൽ ജിസയിലുമാണ്. ഇനി എന്താണ് കളി, എന്തായിരുന്നു ഗെയിം എന്ന് നോക്കാം. അതായത് ഒരു ബൗളിൽ കുറച്ച് 2-3-4 പേര് എഴുതിയിട്ടിട്ടുണ്ട്. അതിനകത്തിൽ ഒരു കാർഡ് വൈൽഡ് കാർഡുകാര് ഒരു റോ ആയിട്ട് നിൽക്കുന്നു. ഇതിൽ നിന്ന് ഒരു കാർഡ് എടുത്തിട്ട് ബിഗ് ബോസിന്റെ ക്യാമറയെ കാണിക്കുക എന്താണെന്നുള്ളത്. എന്നിട്ട് ഇവരെ ഇരുത്തണം. ഇതിന്റെ അടിസ്ഥാനത്തില് ഇവരെ ഓരോരുത്തരെ എഴുന്നേപ്പിച്ച, അല്ലെങ്കിൽ ഇവരെ നിൽക്കുന്നവരെ ഇരുത്തണം. ഇവരിപ്പോ സ്റ്റാൻഡിങ് ആണ്, അവരെ ഇരുത്തണം. അപ്പൊ അത് വെച്ചിട്ട് എന്താണ് അത് എഴുതിയേക്കുന്നുള്ളത് ഇവര് പറയണം. ഇതാണ് ഒരു നല്ല ഗെയിമായിട്ട് തോന്നി. എന്തായാലും ശരി, ബിഗ് ബോസിലെ അടികൾക്ക് ഒരു ശമനമെങ്കിലും ഉണ്ടല്ലോ ഇങ്ങനെ ഒരു ഗെയിം വന്ന്. അപ്പൊ ആദ്യത്തേതില് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം ആര്യനെയും ജിസേലിനെയും ഇരുത്തിയപ്പം ആദ്യത്തെ ഒരു കൺഫ്യൂഷനൊക്കെ വന്നു. കൺഫ്യൂഷൻ റൂമിലൊക്കെ പോവുകയൊക്കെ ചെയ്തു. പക്ഷെ ഈ ഒരു ആര്യനെ ജിസേലിനെ ഇരുത്തിയപ്പം ബുദ്ധിപൂർവം കാണിച്ചത് അനീഷാണ്. അനീഷ് പറഞ്ഞു അതിനകത്ത് എഴുതിയേക്കുന്ന ബുദ്ധിശാലിയാന്ന് പറഞ്ഞു. എല്ലാവരും സത്യത്തിൽ ഹൗസ് ഞെട്ടിപ്പോയി. കാര്യം അനീഷിന് കൊള്ളാത്തവനാണ്, അവനെ ഒറ്റപ്പെടുത്തുന്നു. കളിയില് ടാസ്കില് കയറുന്ന ഒരു ഭയങ്കര മുന്നേറ്റമായിരിക്കും ഇനി അനീഷിന് ഉണ്ടാകാൻ പോകുന്നത്. കാര്യം പല കാര്യങ്ങളിലും ബിഗ് ബോസിനെയും സപ്പോർട്ട് ചെയ്യുന്നുള്ളതിന്റെ 100% തെളിവാണ് ഇന്ന് അനീഷ് തെളിയിച്ചു കൊടുത്തത്. അപ്പോൾ അതില് ഇവര് വിജയിച്ചിരിക്കുകയാണ്. അപ്പൊ അവര് മസ്താനിയാണ് പണിപ്പുര വീട്ടിലേക്ക് പണി കൊടുക്കാൻ ഉള്ള ഇതാണ്. മസ്താനിയാണ് അതിനകത്ത് കൊടുത്തത്. മസ്താനി വന്ന് ആകെ ഇറിറ്റേറ്റഡ് ആയിരുന്നല്ലോ അനീഷുമായിട്ടും രേണുസൂതിയായിട്ടും പിന്നെ അങ്ങനെ എല്ലാവരുമായിട്ടും ആകെ കലബലയായി കിടന്നു. എല്ലാവരുമായിട്ടും മസ്താനി റന ഫാത്തിമയുടെ മറ്റൊരു പതിപ്പായി മാറിയത്. മസ്താനിക്കാണ് പണി കിട്ടിയേക്കുന്നത്. പണി എന്താണെന്ന് പറഞ്ഞിട്ടില്ല, പിന്നെ ബിഗ് ബോസ് പറയത്തുള്ളൂ. രണ്ടാമത്തേത് ഇതുപോലെ തന്നെ ആ ഒരു ഇതിൽ വന്നത് ഇവര് സെലക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പം ഈ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പണിപ്പൂരയാണെന്ന് തിരിച്ചു പറയണം. അവരൊരു കാർഡ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അത് എന്താണെന്ന് പറയുന്ന ആ ഒരു ഇതായിരുന്നു. അപ്പോൾ ഇവര് പറഞ്ഞത് രണ്ടാമത്തെ ഇവര് പണിപ്പുരയാണ് എല്ലാവരും ഭൂരിപക്ഷം പറഞ്ഞിരുന്നത്. പക്ഷെ അതിനകത്തില് അവര് വൈൽഡ് കാർഡുകാർ എടുത്ത കാർഡ് സ്ക്രീൻ സ്പേസ് ആയിരുന്നു. അപ്പം അവർക്കും ഒരു പോയിന്റ്, ഇവർക്കും ഒരു പോയിന്റ്. അപ്പൊ തിരിച്ചു പണി കിട്ടി. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പണിയായി. ജിസേലിനെയും മസ്താനിയെ പണിപ്പുര ഈ ടാസ്കിലുള്ള കാര്യത്തിലേക്ക് പണിക്ക് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പണി എന്താണെന്ന് അറിയത്തില്ല. ബിഗ് ബോസ് പറഞ്ഞു അടുത്ത ടാസ്ക് ഉടൻ തന്നെ അടുത്ത അറിയിപ്പ് ഉണ്ടാകുമ്പോൾ വരുമെന്നും പറഞ്ഞ് എല്ലാവരെയും പറഞ്ഞു വിട്ടു. ഇതാണ് ഇപ്പോൾ